നമസ്കാരം. ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ പലപ്പോഴും വലിയ തലക്കെട്ടുകളിൽ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ അപ്പർ സുബാൻസിരി ജില്ലയിലെ ടാക്സിംഗ് മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ ഗൗരവകരമാണ്. അവിടുത്തെ തദ്ദേശീയരായ ഗോത്രവർഗക്കാരാണ് തങ്ങളുടെ പൂർവികരുടെ ഭൂമി അന്യാധീനപ്പെട്ടുവെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി തങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങളും വേട്ടയാടൽ കേന്ദ്രങ്ങളും ചൈനീസ് സൈന്യം കൈയേറിയെന്നാണ് ഇവർ ആരോപിക്കുന്നത്. വെൽഫെയർ സൊസൈറ്റി നൽകിയ പരാതി പ്രകാരം ഓയിങ്, പനിയാർ, മാർപ്പാൻ, പോട്രാങ് തടാകം, ടിൻഡിങ് താങ് തുടങ്ങിയ 5 പ്രധാന പ്രദേശങ്ങൾ ഇപ്പോൾ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നിയന്ത്രണത്തിലാണെന്ന് ആരോപിക്കപ്പെടുന്നു. മുൻപ് ഇവിടങ്ങൾ നമ്മുടെ തദ്ദേശീയർ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിച്ചിരുന്നതും ഇന്ത്യൻ നിയന്ത്രണത്തിലുണ്ടായിരുന്നതുമായ ഇടങ്ങളാണ്. എന്നാൽ ഇന്ന് അവിടെ ചൈനീസ് സൈന്യം നിർമ്മാണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളും സജ്ജീകരിച്ചിരിക്കുന്നു എന്ന ആരോപണം രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഇതൊരു വെറും അതിർത്തി തർക്കം മാത്രമല്ല, ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നം കൂടിയാണ്. ഈ പ്രദേശങ്ങൾ അവിടുത്തെ തദ്ദേശീയരുടെ മതപരമായ തീർത്ഥാടന പാതയായ ശാരിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. തങ്ങളുടെ പൂർവികർ തലമുറകളായി കാത്തുസൂക്ഷിച്ച ഈ മണ്ണിൽ ഇപ്പോൾ ഒരു അന്യസൈന്യത്തിൻ്റെ കാലടിപ്പാടുകൾ കാണേണ്ടി വരുന്നത് ആ ജനതയിൽ വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ കർശനമാവുകയും തദ്ദേശീയരെ തടയുകയും ചെയ്യുന്നതോടെ അവരുടെ ജീവിതം അതീവ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. നാച്ചോ മണ്ഡലത്തിലെ MLA നകാബ് നലോ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുന്നുണ്ട്. ഇതൊരു ദേശീയ സുരക്ഷാ വിഷയമാണ്. അതിർത്തി ഗ്രാമങ്ങൾ രാജ്യത്തിൻ്റെ കണ്ണുകളാണ്. അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരല്ലെങ്കിൽ അത് നമ്മുടെ ദേശീയ സുരക്ഷയെ ബാധിക്കും. കഴിഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ സ്ഥിതി ഇത്രയധികം വഷളായതെങ്ങനെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തുകൊണ്ട് തദ്ദേശീയരുടെ ഈ ആശങ്കകൾ ഇത്ര വൈകി പുറംലോകം അറിഞ്ഞു? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കേണ്ടതുണ്ട്. ടാക്സിംഗിലെ ജനത ഇപ്പോൾ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ കാത്തിരിക്കുകയാണ്. അതിർത്തി കാക്കുന്ന സൈനികർക്കൊപ്പം ആ അതിർത്തിയുടെ കാവൽക്കാരായ ഈ തദ്ദേശീയരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. അവരുടെ മണ്ണും അവരുടെ ആത്മവിശ്വാസവും വീണ്ടെടുക്കുക എന്നത് ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അരുണാചലിൻ്റെ ഈ നിലവിളി അധികാരികൾ കേൾക്കുമെന്നും നമ്മുടെ അതിർത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അതേസമയം നാച്ചോ മണ്ഡലത്തിലെ MLA നകാബ് നാലോ ഈ വിഷയത്തിൽ പ്രതികരിക്കവേ പറഞ്ഞത്, ഇതൊരു ദേശീയ സുരക്ഷാ വിഷയമായതിനാൽ ഔദ്യോഗികമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി. എന്നാൽ നിലവിൽ ജില്ലാ ഭരണകൂടമോ കേന്ദ്ര സർക്കാരോ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി മറുപടിയൊന്നും നൽകിയിട്ടില്ല. നിങ്ങൾക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.